അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ കുറച്ച് വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടതിനെക്കുറിച്ച്. അപ്പം സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നല്ല ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിനേന്. ഉമ്മക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖത്തെ തുടർന്നാണ് ഉമ്മ മരണപ്പെട്ടിട്ടുള്ളത്. അധികമൊന്നും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ നിന്നിട്ടില്ല. പടച്ചോനെ അതിനൊന്നും അവതാക്കിയിട്ടില്ല ഉമ്മാനെ. നല്ലൊരു മരണമായിരുന്നു. നല്ലൊരു മാസമല്ല ഇത്, റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പുണ്യം കൊണ്ട് തന്നെ ആ ഉമ്മ നല്ലൊരു മരണം ഉമ്മാക്ക് കിട്ടിയിട്ടുണ്ട്. പടച്ചവൻ ആഖിറം ഒളിച്ചാക്കി കൊടുക്കട്ടെ, ഉമ്മാൻ്റെ ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇതിനു മുമ്പേ ഉമ്മ ഇവിടെ ഇടയ്ക്ക് വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അനിയത്തിൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് വയറുവേദന എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആകെ കൂടെ ഒരു 4 ദിവസമേ കടന്നിട്ടുള്ളൂ. 5ാമത്തെ ദിവസം മരണപ്പെടുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദ്വയർക്കലാണ് ഉമ്മാൻ്റെ. എൻ്റെ നല്ലവരായ കൂട്ടുകാർ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ആരുടെ ദുആ ആണ് അള്ളാഹു സ്വീകരിക്കുക എന്നറിയില്ല. മരണപ്പെട്ടു പോയ ഉമ്മാൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കാനും സ്വർഗം പൂന്തോപ്പാക്കി കൊടുക്കാനും, അതേപോലെ തന്നെ നമ്മളെല്ലാവരെയും അതേ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു മരണമാക്കി തീർക്കാനും ദുആ ചെയ്യുക. മൗത്ത് എങ്ങനെയുള്ള മൗത്താണെന്ന് നമുക്ക് പറയാനാവില്ല. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. മരണം, ഏതൊരു ശരീരവും മരണത്തെ രുചിച്ചറിയും എന്നുള്ളത് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ മരണം നല്ലൊരു എന്താ പറയുക രീതിയിലുള്ള ഈമാൻ കിട്ടിയിട്ട്, നമ്മൾ മുസ്ലിങ്ങൾ പറയും ഈമാൻ കിട്ടിയിട്ടുള്ള നല്ല ഒരാളെയും ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിലുള്ള മരണമാവണേ എന്നുള്ളത്. ഞാൻ പറയുന്ന ഉമ്മാനെ പോലെയെങ്കിലും നമുക്കെല്ലാവർക്കും ഒന്ന് ആവാൻ കഴിഞ്ഞെങ്കിൽ. ഞാൻ എപ്പോഴും ഇപ്പം തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, എൻ്റെ മക്കളായിക്കഴിഞ്ഞാലും എൻ്റെ മക്കൾക്ക് വരെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, നമ്മളെ കൊണ്ട് ഒരാളും ബുദ്ധിമുട്ടാത്ത രീതിയിൽ പടച്ചോനെ ഒരാളെ ഇടങ്ങാറാക്കാണ്ട്, എന്നാൽ നല്ല രീതിയിൽ ഈമാൻ കിട്ടിയിട്ടും മരിപ്പിക്കണേ എന്നുള്ളതാണല്ലേ. അതിനുശേഷം സ്വർഗം തരണേ, ഖബർ വിശാലമാക്കി തരണേ എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അള്ളാഹു ആലം നമ്മുടെ എല്ലാം എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാനാവില്ല. ഓരോ മയ്യത്ത് കാണുമ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും, എന്തിനിങ്ങനെ അഹങ്കരിക്കുന്നത്. ഓരോ മരണം നമ്മളെ ഓരോ എന്താ പറയുക ചിന്തകൾക്കാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ എന്ത് വെട്ടിപ്പിടിച്ചോ നമ്മളതൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ മക്കൾ നൊന്ത് പറ്റ മക്കൾ വരെ കൊണ്ടുപോകുന്നില്ല. കൂടെ കിടന്ന ഹസ്ബൻഡ് നമ്മുടെ അത്രയും നമ്മൾ ജീവനായി നമ്മളേന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന നമ്മുടെ ഭർത്താവിനെ, മക്കളെ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. കൂടെ കൊണ്ടുപോകുന്നത് എന്താണ്? നമ്മൾ ചെയ്ത കുറച്ച് പുണ്യപ്രവർത്തികൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉമ്മാൻ്റെ 3ാമത്തെ ഈ ദ്വാർക്കലിൻ്റെ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും നെഗറ്റീവ് കമൻറ്റും കൊണ്ടൊന്നും വരാണ്ട് നമ്മളെ പ്രവൃത്തികൾ നന്നാക്കി ജീവിക്കുക. പടച്ചവൻ വിചാരിക്കണം ഒരാളെ നന്നാക്കാനും ബെടക്കാക്കാനും. മനുഷ്യനാൽ കഴിയൂല. ഒരാളെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ, ഓരോ വാക്കുകൾ, അത് നമ്മൾ പറഞ്ഞാൽ, ഇപ്പം എന്നെ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും, ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ കമൻറ്റുകളൊക്കെ വരാറുണ്ട്, നെഗറ്റീവ്സ് എല്ലാം വരാറുണ്ടെന്ന്. പക്ഷെ എൻ്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ പറയട്ടെ, ഞാൻ പൊരുത്തപ്പെട്ട് തന്നല്ലാണ്ട് പടച്ചോൻ വരെ പൊരുത്തപ്പെട്ട് തരൂല. അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് ഒരാളെ മനസ്സറിഞ്ഞിട്ട് മനസ്സ് നോവിക്കാണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരാളെ മനസ്സ് നോവിക്കാണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. ഉമ്മ ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ അധികം മൗനം പാലിക്കുന്നതാണ്. വല്ലാണ്ട് പ്രഷറായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും ഇതാവുള്ളൂ. അത്ര വരെ അധികം ഇതാവില്ല. നല്ല രീതിയിലുള്ള സംസാരങ്ങൾ മാത്രമാണ് ഉമ്മ സംസാരിച്ചിരുന്നത്. ഒരാളൊന്നും മരണപ്പെട്ടു പോയിട്ട് തന്നെ എല്ലാവരും ഉമ്മാൻ്റെ നന്മയാണ് പറയുന്നത്. ഒരു 10 ആൾ പോട്ടെ, ഒരു 40 ആൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ് എന്നാണ് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ.
ഭൂമിയിലുള്ളവർ നിങ്ങളെക്കുറിച്ച് നന്മ പറയുന്നുണ്ടെങ്കിൽ ആകാശത്തിലുള്ളവരും നിങ്ങൾക്കതിന് കൂട്ടിനുണ്ടാവും. അപ്പം ഒരുപാട് കമൻസ് ആയാലും ഒരുപാട് പിന്നെ മറ്റുള്ളവരിൽ നിന്നായാലും ഞാനും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഞാൻ എന്താ പറയുക, അങ്ങനെ ഒന്നും മനസ്സിലൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ. എന്നെ ആരെന്ത് പറഞ്ഞാലും ഇതാ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എല്ലാവർക്കും പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും കാരണം മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എല്ലാം തെറ്റുകൾ സംഭവിക്കും. പക്ഷേ നമ്മളത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പശ്ചാത്തപിച്ചിട്ട് മടങ്ങുന്നതാണ് ഏറ്റവും നല്ലൊരു മുസ്ലിമിൻ്റെ കടമ, അല്ലേ? തിരിച്ചറിവാണ്. അപ്പം എല്ലാവരും മറ്റുള്ളവരെ വേദനിപ്പിക്കാണ്ട് പരമാവധി ജീവിക്കാൻ ശ്രമിക്കുക. തവക്കൽത്തു അലല്ലാഹ് വിട്ടുകൊടുക്കുക. നമ്മളാൽ ഒന്നിനും കഴിയൂല. പടച്ചോനാണ് എല്ലാം ശിക്ഷിക്കാനും രക്ഷിക്കാനും എല്ലാത്തിനും കഴിവുള്ളവൻ റബ്ബാണ്. അപ്പം ഞാൻ അതിനെ കുറിച്ചല്ല, ഞാൻ പിന്നെ ഉമ്മാൻ്റെ ബർസഖിയായ ജീവിതം ഹൈറിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, അത് പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. ഉമ്മ നല്ലോണം ഈ വെത്തിലടക്ക തിന്നുന്ന കൂട്ടത്തിലായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നല്ല നീറ്റിൽ കൊണ്ടുപോയിരുന്നു ഉമ്മ. ഭക്ഷണം ഓവറായിട്ട് കഴിക്കൂല. അതുപോലെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഒരു ഇപ്പം 70+ എല്ലാം കഴിഞ്ഞിരിക്കും ഉമ്മാക്ക്. പക്ഷേ അങ്ങനത്തെ ഒരു ഷുഗർ, കൊളസ്ട്രോള് അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എല്ലാത്തിനും ഒരു ലിമിറ്റായിരുന്നു. ശരീരമൊക്കെ അതേപോലെ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഒരൊറ്റ ഫോൾട്ടാണ് ഉമ്മാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പുകയിലുണ്ടല്ലോ, പുകയില, വെറ്റില, ഇത് നല്ലോണം തിന്നിരുന്ന കൂട്ടത്തിലായിരുന്നു. ആ ഒരൊറ്റ മൈനസാണ് ഉമ്മാക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇതിനെ കൊണ്ട് തന്നെയാണ് ഉമ്മ പെട്ടെന്ന് പോവാനും കാരണം കേട്ടോ. കാരണം എല്ലാം പ്രവർത്തനരഹിതമായി എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരാളെ ഇടങ്ങാറാക്കാണ്ട് നല്ല ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ദുആയിലും എൻ്റെ ഉമ്മാക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവണം എന്ന് പറയുന്നു. ഭർത്താവിൻ്റെ ഉമ്മ നമ്മുടെ ഉമ്മ തന്നെയാണ്, അല്ലേ? അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എന്താ അതിൽ കൂടുതൽ ഞാൻ പറയാനുള്ളത്? പിന്നെ എല്ലാവരും ശരീരം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ഒരാളെയും വേദനിപ്പിക്കാണ്ട് ഒരാളെയും ബുദ്ധിമുട്ടിക്കാണ്ടും നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ നമ്മുടെ മരണാനന്തരമുള്ള കാര്യങ്ങളും മരിക്കുന്ന ആ ഒരു ഘട്ടം എത്തുമ്പോൾ അത് പെട്ടെന്ന് പടച്ചോന് നേരാക്കി തരുന്നതാണ് പറയുക. കാരണം നമ്മുടെ പ്രവൃത്തിയാണ് പോലും നമ്മളെ മരണം എങ്ങനെയാണെന്നുള്ളതും കൂടി തീരുമാനിക്കുന്നത്. പിന്നെ അവിടുന്ന് മീൻകാരൻ ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്, മീൻ വാങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാണ് ആ കേൾക്കുന്നത്. ഓനെ വാങ്ങുന്ന വരെ ഭയങ്കര വിളിയായിരിക്കും. എനിക്ക് സംസാരിക്കാൻ എനിക്കൊരു ഇടം തരുന്നില്ല. പിന്നെ ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത്. ഉമ്മാൻ്റെ അവിടെ പോകണം. ഹസ്ബൻഡെല്ലാം അങ്ങാനുള്ളത്. അപ്പം ചെറിയ മോക്ക് സുഖമില്ല. ഇപ്പം ഇന്നലെ തുടങ്ങിയിട്ട് ഒരു അലർജിൻ്റെ ഒരു ഇത്. അത് ഹോസ്പിറ്റലിൽ ഞാൻ ഉമ്മ മരിക്കുമ്പോൾ ഇവൾക്ക് എപ്പം പമ്പേഴ്സ് ഞാൻ കെട്ടിക്കൊടുക്കാറില്ല, യൂസ് ചെയ്യാറേ ഇല്ല. രാവിലെ അങ്ങ് കെട്ടിക്കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ മരിച്ചത് ആയിട്ട് ആ ഒരു ഷോക്കിൽ പിന്നെ ഒന്ന് കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ഞാൻ മയ്യത്ത് കുളിപ്പിക്കൽ, ഉമ്മ പിന്നെ മയ്യത്ത് കൊണ്ടുപോകൽ, പിന്നെ നമുക്ക് ആ ഒരു ഇതല്ലേ മൈൻഡിലുണ്ടാവും. അപ്പോൾ ഈ കുട്ടീനെ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. രാത്രി ആയപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, ഫുള്ള് നനഞ്ഞിട്ടുണ്ടല്ലോ അവൾ, നീ ഒന്ന് പോയി അതൊന്ന് ശരിയാക്കുക. അപ്പോഴത്തേക്ക് ഫുള്ള് ഉടുപ്പെല്ലാം നനഞ്ഞു പോയിക്ക്, പമ്പേഴ്സ് ലീക്കായിട്ട്. പിന്നെ ഞങ്ങൾ രാത്രി ഇങ്ങ് വന്ന് ഇതെല്ലാം അയച്ചിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് കാലുമ്പോൾ ഇങ്ങനെ ഒരു കുരു പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ കണ്ട്. പിന്നെ നോക്കുമ്പോൾ കൈ, പിന്നെ മേലാസകലം ഫുള്ളുണ്ട്. അപ്പാട് പിന്നെ ഇവർ മൈ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു ലോഷൻ തന്നിട്ടുണ്ട്. തേച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നാളുള്ളൂ. വേദനയ്ക്ക് നല്ല വേദനയുണ്ട്, അവൾക്ക് നല്ലോണം കരയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കടമകൾ നമുക്ക് ചെയ്യണ്ടേ. അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞാലും കൂടിയിട്ട്
അപ്പം അങ്ങനെ അവളെ ഇങ്ങനെ തേച്ച് അതിനെ ഇതായിട്ടുള്ളതിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഭക്ഷണം ഒരു മുട്ട, ഇറച്ചി അങ്ങനെയൊന്നും കൊടുക്കാനും പാടില്ല. അപ്പോൾ അധികമായി വരുന്നുണ്ട്. അലർജി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഈ പമ്പേഴ്സിൻ്റെ ഇന്ന് വന്നത് തന്നെയാണ് തോന്നുന്നുണ്ട്. കാരണം തീരെ ഉപയോഗിക്കാത്തതിനെ കൊണ്ട് കുട്ടിക്ക് ഇഷ്ടമല്ല. അത് ഉപയോഗിക്കാത്തതിനെ കൊണ്ടാണെന്നാണ് തോന്നുന്നത്. മാറുമായിരിക്കും. അലർജിൻ്റെ ഒരു പ്രശ്നമുണ്ട്, മാറുമായിരിക്കും. അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് അവളെ എടുത്തിട്ട് ഹസ്ബൻഡ് കൂട്ടാൻ വരും. ഞാനിപ്പം പോവും. അപ്പോൾ ജുമാക്ക് ശേഷമാണ് പരിപാടി. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ എന്താ പറയുക, മരണവും അല്ലേ, ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടല്ലേ. അപ്പോൾ എനിക്കിപ്പോഴേ പേടിയാണ്. എങ്ങനെയായിരിക്കും പടച്ചോനെ, എങ്ങനെയായിരിക്കും ഒരാളടങ്ങാറാക്കാണ്ട് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ നമ്മളതും അങ്ങനെ ഇതാവണേ. പക്ഷെ ദീർഘായുസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മളുടെ മക്കൾക്ക് നമ്മളാളുള്ളൂ. നമ്മളെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പം ആ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേജ് നമുക്ക് അവരെ എന്താ പറയുക, എൻ്റെ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് അവർക്ക് മക്കളായിട്ട് കാണാനൊക്കെ ഉള്ളൊരാഗ്രഹം അല്ലേ, അല്ലെങ്കിൽ മക്കൾക്ക് ജോലിയായിട്ട് മക്കൾ നല്ലൊരു നിലയിൽ എത്തിയിട്ട് കാണാനുള്ളൊരാഗ്രഹം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പടച്ചോന് നല്ല രീതിയിൽ മരിപ്പിക്കണം. ദീർഘായുസ് തന്ന് മരിക്കുമ്പോൾ നല്ല രീതിയിൽ മരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക, എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് എൻ്റെ മരണം പെട്ടുപോയോ ഭർത്താവിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമ്മ ഇപ്പം ഈ 70+ ആയിന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ നേരം വരെ ഉമ്മ ഈ മരിക്കുന്ന നേരം വരെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് വർഷമായി കേട്ടോ. എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു അഡ്മിറ്റായൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായൊരു ചരിത്രം ഉണ്ടായിട്ടില്ല ഉമ്മാക്ക്. ഞാൻ പറഞ്ഞില്ല, അധികം അങ്ങനെ ഒരു അസുഖം വരാത്തൊരു ഉമ്മേനും. ഇടയ്ക്ക് പ്രഷറിൻ്റെ ഗുളിക ഒന്ന് കഴിക്കും എന്നല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഉമ്മാക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മ പിന്നെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് പറയുന്ന അതെന്താ എനിക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയത്, എന്നെ ആരെ എന്താ ചെയ്തേ, അങ്ങനെ മാറാത്തതിനെ കൊണ്ട് പെട്ടെന്ന് വയറിൻ്റെ അടിഭാഗം ഭയങ്കര വേദന ഉണ്ട്. എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് ഇവിടെ ആ വേദന എന്നെല്ലാം പറഞ്ഞേന്. ഞാൻ പറഞ്ഞത് സാരമില്ല, അതങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, എല്ലാം പടച്ചവൻ്റെ കയ്യിലാണ്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിൽ ആവാൻ ദുആ ചെയ്യുക. ഉമ്മ ചെല്ലിയിരുന്നൊരിതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ വന്നേ മുതൽക്കും ഉമ്മാൻ്റെ വായിൽ ഒരൊറ്റ ദിക്റ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തോ ഉണ്ട്, ആ ഒരു ദിക്റിൻ്റെ പേര് പെട്ടെന്ന് എന്നോട് വിട്ടു വന്ന യാ ഹയ്യു യാ കയ്യൂം എന്നുള്ളതാണ്. അത് വായിൽ എപ്പോൾ ഉമ്മ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. യാ ഹയ്യു യാ കയ്യൂം, യാ ഹയ്യു യാ കയ്യൂം എന്നുള്ളത്. എനിക്ക് പെട്ടെന്ന് അതങ്ങ് കിട്ടൂല. ഞാൻ ഹസ്ബുനല്ലാഹു നിഅ്മൽ വക്കീൽ, നിഅ്മൽ മൗലാ വ നിഅ്മൻ നസ്ർ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് വായിൽ കിട്ടുള്ളൂ. പക്ഷെ ഉമ്മ ചൊല്ലിയിരുന്നാണ് യാ ഹയ്യു യാ കയ്യൂം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണെന്നാ തോന്നുന്നു ഉമ്മാക്ക് യാതൊന്നും ഉണ്ടായിക്കില്ല ഈ ലാസ്റ്റ് ഘട്ടത്തിൽ വരെ. പിന്നെ ഞങ്ങളെന്തെങ്കിലും ഒരു തമാശ പറയാന്നെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതാകാന്നെങ്കിലോ പിന്നെ ബെത്തിലടക്കേണ്ട കാര്യത്തിൽ സംസാരിക്കുന്നതാണെങ്കിൽ കളിയാക്കിയിട്ട് ഉമ്മ ഇങ്ങോട്ട് നമ്മളോട് പറയും കല്ലാ ഇന്നാന്ന് പറഞ്ഞിരുന്നു. നമ്മളെ ഖുർആനിലൊരു വേർഡാണത്. അപ്പം ലാസ്റ്റിൽ നമ്മൾ അങ്ങോട്ട് ഉമ്മാനെ വെറുതെ സൂയിപ്പാക്കണ്ടിട്ട് നമ്മൾ പറയും കല്ലാ ഇന്ന ഉമ്മ എന്ന് പറയും. അപ്പം അത്രയും ജോളിയായിട്ടുള്ള ഒരു ഉമ്മയായിരുന്നു. എന്താ പറയുക, ഉമ്മ 35 ഖുർആന് ഫുള്ള് എന്താ പറയുക, ഒരു ഖത്തം, നമ്മളിപ്പോൾ ഒരു ഖത്തം തീർക്കുക എന്ന് പറയില്ലേ, 35 ഖത്തം തീർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ എൻ്റെ പെങ്ങൾ പറഞ്ഞു. നമ്മളെ കൊണ്ടാവുമോ എന്ന് എന്നോട് ചോദിക്കുന്ന, നമ്മളെ കൊണ്ടാവുമോ ഇങ്ങനെയല്ലേ ഓതി തീർക്കാൻ? 35 ഖത്തം ഉമ്മ ഓതി തീർത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അപ്പം അതിൻ്റെ എല്ലാം ഗുണം റബ്ബാ ഉമ്മാക്ക് കൊടുക്കട്ടെ. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവൂല. അപ്പം തെറ്റുകുറ്റങ്ങളെല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവും. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയ എൻ്റെ പെറ്റുമ്മ 4 വർഷം കഴിഞ്ഞ് ഞാൻ എപ്പം പറയാറുണ്ടല്ലേ, ആ ഉമ്മാക്കും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മാക്കെല്ലാം പടച്ചോൻ ഖബർ വിശാലമാക്കി സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങളെല്ലാവരും ദുആയിലും എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ 2 ഉമ്മാർക്കും നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.